ഇന്ന് ഞാനൊരു ചായക്കട പലഹാരമായ സുഖിയനാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചായക്കടകളിലെയൊക്കെ ചില്ലുകൂട്ടിലിരുന്ന് പണ്ട് മുതലേ നമ്മളെയൊക്കെ ചിരിച്ചു കാണിക്കുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് സുഖിയൻ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെറുപയർ 5 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്, 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 300 ഗ്രാം ശർക്കര ചീകി വെച്ചിരിക്കുന്നത്, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, അത് അരയോ മുക്കാലോ ടീസ്പൂൺ, അത് ഇടുമ്പം അതിൻ്റെ അളവ് പറയാം. 1.5 കപ്പ് മൈദ, ഞാൻ 240 ml കപ്പിനാണ് 1.5 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, പൊടിയാണ് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം ചൂടാക്കി പൊടിച്ചത്, വെള്ളം, 2 ടീസ്പൂൺ നെയ്യ്, വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. Cook with Sophie, sharing 40 years experience. ഇനി നമുക്ക് ഈ പയറൊന്ന് വേവാനായിട്ട് വെക്കാം. അതിന് ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത്. ഇത് കുക്കറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ വെന്ത് കിട്ടും. അതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. ഇത് 5 മണിക്കൂർ ഞാൻ കുതിർത്ത പയറാണത്. നമ്മൾ സാധാരണ കറി വെക്കുന്ന ചെറുപയർ വറുത്തിട്ടൊന്നുമില്ല. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പയറിന് താഴെ വെള്ളം നിൽക്കണം. ഈ കുതിർക്കാത്ത പയറിനാണെങ്കിൽ മേളിൽ വെള്ളം നിൽക്കണം, എന്നെങ്കിലേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് അല്പം ഉപ്പ് ഇതിനകത്ത് ചേർക്കാം. നമ്മൾ കറിക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർക്കരുത്. ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും കേൾക്കണം. ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ വെക്കാം. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പയർ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റിയിരിപ്പുണ്ട്. ഇത് ഒത്തിരി കുഴഞ്ഞു പോയിട്ടുമില്ല. ഇതുപോലെ വേണം വേകാനായിട്ട്, ഉണ്ടോ? ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളമില്ല, മുഴുവൻ പറ്റി. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. ഇനി ഈ പയർ ഒരല്പം ചൂടാറണം. നമ്മുടെ ചെറുപയറിൻ്റെ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട്, നല്ലവണ്ണം ആറിയിട്ടില്ല. അതിലേക്ക് നമുക്ക് ജീരകത്തിൻ്റെ പൊടി, ഏലക്കാപ്പൊടി നമുക്ക് കുറേശ്ശെ ചേർത്ത് ഇളക്കി വെക്കാം. അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ചെന്നില്ലെങ്കിലോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. തേങ്ങ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് ഉരുക്കി ഞാൻ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കട്ടിയിലാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഒത്തിരി വെള്ളം ഇതിൻ്റെ അകത്ത് വേണ്ടല്ലോ. കുറേശ്ശെ ഒഴിച്ച് ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി. ഉരുക്കുമ്പം തീരെ ലൂസാകാതെ കട്ടിയിൽ തന്നെ ഉരുക്കി വെക്കണം.
ഇത് കുറച്ച് ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. പയർ വേവിക്കുമ്പം വെള്ളം കൂടുതലായി പോയെങ്കിൽ ചിലപ്പം എല്ലാ പയറും ഒരുപോലെയല്ല. അതുകൊണ്ട് ചില പയറിന് വേവും കൂടുതലാണ്, ചില പയറിന് വേവ് കുറവാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കൂടുതലായി പോയെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് വെച്ച് ഇളക്കി അത് വറ്റിച്ചെടുക്കണം. പിന്നെ വെന്ത് ഒത്തിരി കുഴഞ്ഞു പോയെങ്കിൽ ഒരു അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. ഇത് ഒത്തിരി മധുരമായ തിന്നാൻ അല്പം ബുദ്ധിമുട്ട് വരും. ഇതിൻ്റെ അങ്ങനെ ഒരു പാകത്തിനുള്ളൊരു മധുരം മതി ഇതിന്. ഇപ്പം ഞാനിതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ശർക്കര മിച്ചമുണ്ട്. എനിക്ക് മധുരമായതുകൊണ്ട് ഞാൻ ഇനി ശർക്കര ചേർക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് പശുവിൻ നെയ്യാണ്. ഇതിനകത്ത് വെക്കുന്ന ഫില്ലിങ് ഒത്തിരി ഡ്രൈ ആകരുത്, ഒരല്പം അയവുള്ളതായിരിക്കണം. അതാണ് കഴിക്കാൻ നല്ലത്. നമ്മുടെ ചെറുപയർ കൂട്ട് റെഡിയായി. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് പറഞ്ഞിരുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിൽ കുറേശ്ശെ നമ്മുടെ കയ്യെ പുരട്ടി ബോളുകളാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് തീരെ ചെറിയ ഉരുളകളാകരുത്, ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടി വെക്കാം. ഇതുപോലെ ഈ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മുഴുവൻ നമുക്ക് ഉരുട്ടി വെക്കാം. നമ്മുടെ ചെറുപയർ കൂട്ട് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. മൈദാമാവ്, അരിപ്പൊടി, ഈ ബാറ്ററിന് വേണ്ടി അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് ഇഡ്ഡലി മാവിൻ്റെക്കാളും ഒരല്പം കൂടെ, എന്നാൽ ദോശമാവിൻ്റെ അത്രയും തന്നെ വേണ്ട. അങ്ങനെ ഒരു ലൂസിൽ വേണം ഇത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലെ നമ്മുടെ ബാറ്റർ തയ്യാറായി. ഇതിന് കളറിന് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഇത്രയും കളറ് മതി. അതുകൊണ്ട് നമ്മുടെ എണ്ണ ചൂടായി കിടക്കുവാണ്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഓരോ ബോളും ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒത്തിരി മൂക്കാൻ നോക്കി നിൽക്കരുത്. ഒരു നല്ല ഗോൾഡൻ ഒരു കളറായി വരും. തീ ചൂടിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കണം. ഞാനിപ്പോൾ മീഡിയം താഴെയാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് കൊടുക്കണം. ഇത് അരിപ്പൊടിയും കൂടെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആകും. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ 4 മണി പലഹാരമായി സുഖിയൻ റെഡിയായി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വറുത്ത് പോരാം. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.